പ്രിയമുള്ളവരെ, ഓണം ലോകത്തിലെ ഏറ്റവും മനോഹരമായ ഒരാഘോഷമാണ്. മലയാളികളുടെ ഏറ്റവും വലിയ അഭിമാനമായ ഒരാഘോഷം. എല്ലാ ഭിന്നതകൾക്കും അതീതമായി നാം ഒരു വലിയ കുടുംബത്തിലെ അംഗങ്ങളാണെന്നും സ്നേഹത്തിലും സമന്വയത്തിലും സൗഹൃദത്തിലും മനുഷ്യസ്നേഹത്തിലും ആഴത്തിൽ വിശ്വസിച്ച ഒരു ഇരുട്ടിൻ്റെ എലിക്കും കരളുവാനാകാത്ത സൗഹൃദത്തിൻ്റെ നൂലിഴകൾ കൊണ്ട് ബന്ധിപ്പിക്കപ്പെട്ട ഒരു ഭൂതകാലത്തിൻ്റെ മധുരമനോജ്ഞമായ സ്മരണയിൽ നമ്മൾ ആഘോഷിക്കുന്നതാണ് ഓണം. ഓണം നമ്മളുടെ മനസ്സിൽ പ്രത്യാശയുടെ പുതിയ കിരണങ്ങൾ തീർക്കുന്നു. മഹാബലി ഒരു വലിയ പ്രതീകമാണ്. മാവേലി എന്ന വാക്കിൻ്റെ അർത്ഥം തന്നെ വേലി അരുത് എന്നാണ്. വർത്തമാനകാലത്ത് നാം വേലികൾ സൃഷ്ടിക്കുന്നതിൽ വലിയ ബിരുദന്മാരായി മാറുമ്പോൾ വേലികളില്ലാതെ സർവചരാചരങ്ങളോടും ഈ പ്രപഞ്ചത്തിൻ്റെ തന്നെ ഏറ്റവും തിളക്കമാർന്ന ജീവിത ചര്യയോടുകൂടി മുന്നോട്ട് പോകുവാൻ നാം എല്ലാവരും ഒരു കുടുംബമായി മാറുന്ന, മനുഷ്യരെല്ലാവരും ഒന്നുപോലെ എന്ന മഹോന്നതമായ ചിന്തയിലേക്ക് നമ്മെ നയിക്കുന്ന ഉജ്ജ്വലമായ ദർശനമാണ് മഹാബലി ലോകത്തിന് സമ്മാനിച്ചത്. മഹാബലിയുടെ സ്മരണയിൽ നാം ഓണം ആഘോഷിക്കുമ്പോൾ നമ്മുടെ മുന്നിലേക്ക് ഏറ്റവും കൂടുതൽ ശ്രദ്ധ നമ്മൾ കൊടുക്കേണ്ടതായി വരുന്നത് മഹാബലി മുന്നോട്ട് വെച്ച ദർശനങ്ങളാണ്. ഓണം ബഹിഷ്കൃതനാക്കപ്പെട്ട ഒരു ഭരണാധികാരിയുടെ തിരിച്ചുവരവിൻ്റെ സ്മരണയാണ് നമുക്ക് നൽകുന്നത്. ജനതയോടൊപ്പം നിൽക്കുകയും തിന്മകളെ എതിർക്കുകയും ജനതയെ മുഴുവൻ സമതയോടെ കാണുകയും എല്ലാവരിലും നന്മയും സ്നേഹവും വിശ്വാസവും കാണുകയും അധികാരം ഒരു സമൂഹത്തിന് മുന്നിൽ സൗഹൃദത്തിൻ്റെയും സേവനത്തിൻ്റെയും വിശാലഹസ്തങ്ങൾ കൊണ്ട് കാലത്തെയും ലോകത്തെയും മോഹിപ്പിച്ച ഭരണാധികാരിയുടെ സ്മരണയാണ് ഓണം നമുക്ക് സമ്മാനിക്കുന്നത്. നാം ഓണത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ ബഹിഷ്കൃതനാക്കപ്പെട്ട മഹാബലിയുടെ തിരിച്ചുവരവിനോടൊപ്പം വർത്തമാന കാലഘട്ടത്തിൽ ബഹിഷ്കൃതമാക്കപ്പെട്ട ഒരുപാട് മൂല്യങ്ങളും തിരിച്ചു വരേണ്ടതായിട്ടുണ്ട്. ഒരു ജനതയെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ സാംസ്കാരിക ചിഹ്നങ്ങളാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അതുകൊണ്ട് തന്നെ മഹാബലിയോടൊപ്പം ഓണത്തിന് നാം തിരിച്ചു കൊണ്ടുവരേണ്ടത് ഒട്ടനവധി നമുക്ക് മങ്ങിക്കൊണ്ടിരിക്കുന്ന സാംസ്കാരിക ചിഹ്നങ്ങളാണ്. ഒരു ജനതയുടെ ഏറ്റവും വലിയ ശക്തി അവൻ്റെ ഭാഷയാണ്. സ്വന്തം ഭാഷയോട് ഇത്ര കൂറില്ലാത്ത ഒരു സമൂഹം ഈ സൂര്യന് താഴെ വേറെയുണ്ടോ എന്ന് നമുക്ക് സംശയമാണ്. ഓസ്കാർ സ്വീകരിക്കുന്നതിന് കൊഡക് തിയേറ്ററിൽ എത്തുമ്പോഴും AR റഹ്മാൻ തങ്കത്തമിഴ് വാഴുക എന്ന് പറയുന്നത് തൻ്റെ ഭാഷയോടുള്ള സ്നേഹത്തിൻ്റെ ഉജ്ജ്വലമായ ദൃഷ്ടാന്തമാണ്. പക്ഷേ മലയാളിക്ക് മലയാളം തീർത്തും അവജ്ഞയോടെ കാണപ്പെടേണ്ട ഒരു നികൃഷ്ട വസ്തുവായി മാറിക്കൊണ്ടിരിക്കുന്നു. ഓണം ആഘോഷിക്കുമ്പോൾ നാം ഏറ്റവും പ്രാധാന്യത്തോടെ പരിഗണിക്കേണ്ടത് നമ്മുടെ ഏറ്റവും വലിയ ശക്തിയും ചൈതന്യവുമായ നമ്മുടെ ഭാഷയുടെ പ്രതാപത്തെ വീണ്ടെടുക്കലാണ്. മഹാബലിയോടൊപ്പം മലയാളികൾ തീർച്ചയായും ചിന്തിക്കേണ്ട വിഷയം ഭാഷയുടെ സൗന്ദര്യത്തെ, ഭാഷയുടെ ശക്തിയെ, ഭാഷയുടെ സൗഭാഗ്യങ്ങളെ ഒരു തലമുറയിലേക്ക് പകർന്നു കൊടുക്കുക എന്ന ചരിത്രപരമായ ദൗത്യമാണ്. മഹാബലി നമുക്ക് സമ്മാനിച്ച ഓണത്തിൻ്റെ ഏറ്റവും വലിയ സന്ദേശം പൂക്കാലങ്ങളായിരുന്നു. പൂക്കാലങ്ങൾ നമുക്ക് ഇന്ന് അന്യമായിക്കൊണ്ടിരിക്കുന്നു. മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് വിഷം കലർന്ന വിഷപൂരിതമായ പൂക്കളും ഫലങ്ങളും നമ്മുടെ നാട്ടിലേക്ക് വരുമ്പോൾ തീർച്ചയായും ഈ ഓണാഘോഷം നമുക്ക് സമ്മാനിക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു സന്ദേശം നമ്മളുടെ കാർഷിക സംസ്കൃതിയെ വീണ്ടെടുക്കലാണ്. ഉത്സവങ്ങൾ എപ്പോഴും സംസ്കാരത്തിൻ്റെ പ്രതീകങ്ങളാണ്. ലോകത്തിലെ ഏറ്റവും വലിയ സംസ്കാരം കാർഷിക സംസ്കാരം തന്നെയാണ്. കൃഷിയിൽ നിന്ന് നേട്ടങ്ങൾ നേടുമ്പോൾ അവൻ അനുഭവിക്കുന്ന മാനസിക ആനന്ദത്തിൻ്റെ പ്രതിഫലനങ്ങളാണ് ലോകത്തിലെ എല്ലാ ഉത്സവങ്ങളും. തീർച്ചയായും നമ്മളുടെ കാർഷിക സംസ്കാരത്തെ വീണ്ടെടുക്കുമ്പോഴാണ് മഹാബലിയെ വീണ്ടെടുക്കുന്നതായി നമുക്ക് തിരിച്ചറിയുവാൻ കഴിയുന്നത്. നമ്മളുടെ പാടങ്ങളിൽ കതിരുകളില്ലാതാകുമ്പോൾ, നമ്മളുടെ വയലുകൾ വരളുമ്പോൾ, നമ്മളുടെ കിണറുകളിൽ ശുദ്ധജലം ഇല്ലാതാകുമ്പോൾ, നമ്മളുടെ മനസ്സുകളിൽ നിന്ന് നന്മകൾ ഇല്ലാതാകുമ്പോൾ, നമ്മളുടെ ആത്മാവിൽ നിന്ന് സ്നേഹത്തിൻ്റെ ഭാഷ നഷ്ടമാകുമ്പോൾ, നമ്മളുടെ ഹൃദയങ്ങളെ ബന്ധിക്കുന്ന സുവർണ്ണ നൂലിഴകൾ നമുക്ക് നഷ്ടമാകുമ്പോൾ തീർച്ചയായും നമുക്ക് ഓണം ആഘോഷിക്കാനുള്ള യോഗ്യതയില്ലാതാകുന്നു. ഇവയൊക്കെ വീണ്ടെടുക്കുമ്പോഴാണ് തീർച്ചയായും ഓണം ആഘോഷിക്കുവാനുള്ള അർഹത നമുക്കുണ്ടാകുന്നത്. ഉത്സവങ്ങൾ ജനതയുടെ ഹൃദയങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കണം.
നാം ഒറ്റയ്ക്കല്ല, നമ്മളോടൊപ്പം നമ്മളെ കരുതുവാനും സ്നേഹിക്കുവാനും ഒരു സമൂഹം നമ്മോടൊപ്പം ഉണ്ട് എന്ന് ഉത്സവങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തണം. തീർച്ചയായും ഓണം അത്തരത്തിലുള്ള ഒരു ചിന്തയിലേക്ക് നമ്മെ നയിക്കേണ്ടതായിട്ടുണ്ട്. വർത്തമാന കാലഘട്ടം നാം വിഭജിതരായി മാറിക്കൊണ്ടിരിക്കുന്നു. നാം ഓരോരുത്തരും പ്രത്യേകം നമ്മളുടേതായ സ്വപ്നങ്ങളും ചിന്തകളുമായി വെറും ലക്ഷ്യമില്ലാത്ത ആൾക്കൂട്ടങ്ങളായി മാറുമ്പോൾ ഒരു ജനത കള്ളപ്പറയും ചെറുനാഴിയുമില്ലാതെ കള്ളത്തരങ്ങളില്ലാതെ സമത്വബോധത്തോടെ ജീവിച്ച സ്മരണ ഏറ്റവും ആവേശകരമായ അനുഭവമാണ്. ആരാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരി എന്ന് ചോദിച്ചാൽ, തൻ്റെ ജനതയ്ക്ക് മുന്നിൽ എല്ലാവരെയും ഒരുപോലെ കാണുവാൻ കഴിയുന്ന, തൻ്റെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും അവകാശങ്ങളെയും ബഹുമാനിക്കുന്ന, തൻ്റെ രാജ്യത്തെ എല്ലാ പൗരന്മാരുടെയും സ്വപ്നങ്ങളെയും ബഹുമാനിക്കുന്ന, തൻ്റെ രാജ്യത്തെ എല്ലാ മനസ്സുകളും നിർഭയമായിരിക്കുന്ന, തൻ്റെ രാജ്യത്തെ എല്ലാ ശിരസ്സുകളും ഉയർന്നിരിക്കുന്ന, ഭയത്തിനും അതുപോലെ ദുരന്തങ്ങൾക്കും സ്ഥാനമില്ലാത്ത സൗഭാഗ്യപൂർണമായ ഒരു സമൂഹത്തെ സൃഷ്ടിക്കുവാൻ കഴിയുന്നവനാണ് ലോകത്തിലെ ഏറ്റവും മികച്ച ഭരണാധികാരി. അങ്ങനെയുള്ള ഒരു ഭരണാധികാരിയുടെ സ്മരണയാണ് ഓണം നമുക്ക് സമ്മാനിച്ചിട്ടുള്ളത്. അത്തരത്തിലുള്ള ഒരു ഭരണാധികാരിയെക്കുറിച്ചും അത്തരത്തിലുള്ള ലോകത്ത് രൂപപ്പെടേണ്ട ഏറ്റവും മനോഹരമായ സമത്വസുന്ദര ലോകത്തെക്കുറിച്ചുള്ള സമ്പന്നമായ ചിന്തകളുമായിരിക്കണം ഓണം നമുക്ക് സമ്മാനിക്കേണ്ടത്. ഇവിടെ നാം ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാലഘട്ടത്തിൽ നമ്മളുടെ ഭരണാധികാരികളെ നാം തിരിഞ്ഞു നോക്കുമ്പോൾ വാക്കുപാലിക്കുന്നതിന് വല്ലാത്ത വിഷമം അനുഭവിക്കുന്ന നേതാക്കളെ നമുക്ക് ചുറ്റും നമുക്ക് കാണാൻ കഴിയും. തീർച്ചയായും ഇവിടെ തൻ്റെ വാക്ക് പാലിക്കുന്നതിന് വേണ്ടി തൻ്റെ സാമ്രാജ്യം തന്നെ, തൻ്റെ ജീവൻ തന്നെ ബലി നൽകാൻ കഴിയുന്നത് ആദർശത്തിൻ്റെ സൂര്യതേജസ്സിനെയാണ് സൂചിപ്പിക്കുന്നത്. തൻ്റെ ഒരു സിംഹാസനത്തെക്കാൾ വലുത്, താൻ പ്രതിനിധാനം ചെയ്യുന്ന രാഷ്ട്രത്തെക്കാൾ വലുത്, തൻ്റെ സുഖസൗഭാഗ്യങ്ങളെക്കാൾ വലുത്, തൻ്റെ പ്രജകളുടെ സൗഭാഗ്യങ്ങളെക്കാളും വലുതൊരു പക്ഷേ താൻ കൊടുത്ത വാക്കിൻ്റെ വിലയാണെന്ന തിരിച്ചറിവാണ് തീർച്ചയായും തൻ്റെ ശിരസിലേക്ക് മൂന്നാമത്തെ കാൽ വയ്ക്കാൻ വാമനനെ അനുവദിക്കാൻ മഹാബലിയെ പ്രേരിപ്പിക്കുന്നത്. ഇവിടെയാണ് വാക്കും പ്രവൃത്തിയും തമ്മിൽ ബന്ധമില്ലാത്ത വർത്തമാനകാല രാജനീതിയെ നാം തിരിച്ചറിയേണ്ടത്. വാക്കും പ്രവൃത്തിയും തമ്മിൽ സുന്ദരമായ ബന്ധമുള്ള ഒരു കാലത്തെയാണ് മഹാബലി നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായും വിഷരഹിതമായ, സന്തോഷഭരിതമായ, ആർക്കും ഭീതിയില്ലാത്ത, എല്ലാവർക്കും ഓണമുണ്ടാകുന്ന ഒരു കാലമുണ്ടാകണം. ഇല്ലാത്തവൻ്റെ ഓണം സമ്പന്നമാക്കലാണ് ഓണത്തിൽ നമുക്ക് ചെയ്യുവാൻ കഴിയുന്ന ഏറ്റവും വലിയ കർമ്മം. ബാല്യകാലത്ത് തന്നെ ഇത്തരത്തിലുള്ള നല്ല ശീലങ്ങൾ പാലിക്കുവാൻ നമുക്ക് കഴിയണം. എല്ലാവർക്കും എൻ്റെ ഓണാശംസകൾ. നമസ്കാരം.